പൗരസ്വാതന്ത്ര്യത്തെയും പത്രസ്വാതന്ത്ര്യത്തെയും തടവിലാക്കി ഇന്ത്യയുടെ ഏകാധിപത്യത്തിൽ ഭാരതത്തിൽ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട പത്രപ്രവർത്തകനാണ് പി രാജൻ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് 50 വർഷം പൂർത്തിയാകുമ്പോൾ ആ ഇരുണ്ട കാലത്തെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകൻ. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ ഏകാധിപത്യത്തെ വെല്ലുവിളിച്ച് പോരാടിയവർക്കൊക്കെയും കൊടിയ മർദ്ദനവും കാരാഗ്രഹവാസവുമായിരുന്നു ശിക്ഷ. ഇന്ദിരയുടെ ഇരുണ്ട കാലത്ത് ജയിലറയിൽ കഴിയേണ്ടി വന്ന ഓർമ്മ പങ്കുവെക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകനായ പി രാജൻ. അടിയന്തരാവസ്ഥ കാലത്ത് ഭാരതത്തിൽ ഏറ്റവും ആദ്യം അറസ്റ്റിലായ പത്രപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. അടിയന്തരാവസ്ഥയ്ക്കെതിരായി പത്രപ്രവർത്തനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ആൾ ഞാനാണ്. ഞങ്ങളുടെ പേരിലെ കേസ് തന്നെ ജൂൺ 28-ാം തീയതിക്ക് ഇത് പ്രസിദ്ധീകരിച്ചു എന്നാണ്. ജൂൺ 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അത് ആഭ്യന്തര സുരക്ഷിതത്വം അപകടത്തിലാണെന്നുള്ള കാരണം പറഞ്ഞുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്. ആ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഈ വിവാദപരമായ പ്രസിദ്ധീകരണം ഈ നിയമം വന്നതിന് ശേഷമാണ് എന്ന് തെളിയിക്കുന്ന പക്ഷം അത് ഒരു സാധുവായ പരിരക്ഷയായിരിക്കുന്നു. ആ പരിരക്ഷ ഞങ്ങൾക്ക് നൽകിയിട്ടാണ് 2 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യം തന്നത്. ജാമ്യം തരാതിരിക്കുന്നതിന് തെറ്റാണ് അത്. കാരണം ഒരു കുറ്റവുമില്ലാതെ വിട്ടുപോയി. കാരണം അന്ന് നിയമമില്ല. പിന്നെ ഞാൻ നാലെണ്ണം എഴുതിയെന്നുള്ളത് ആരുമില്ലാത്ത മഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചത്. പത്രസ്വാതന്ത്ര്യം കാറ്റിൽ പറത്തി. ഇന്ദിരയുടെ സ്തുതിപാഠകർക്ക് മാത്രം നല്ല കാലം. നാവടക്കൂ പണിയെടുക്കൂ എന്ന തിട്ടൂരം. പത്രസ്വാതന്ത്ര്യം തീരെ ഇല്ലായിരുന്നു. വണ്ടി മുട്ടി ആൾ മരിച്ച കാര്യം പോലും ഇവർ സെൻസർ ചെയ്ത് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ വണ്ടിമുട്ടൽ പോലും ഇല്ല, സമാധാനമാണ് നാട്ടിലെന്ന് പ്രേരിപ്പിക്കുക എന്നായിരുന്നു. നാവടക്കൂ പണിയെടുക്കൂ എന്നായിരുന്നു ഇന്ദിരാഗാന്ധി ആഹ്വാനം. നാവടക്കാൻ കൂട്ടാക്കാത്തവർക്ക് അപകടം ഉണ്ടായി, എന്നെ പോലുള്ളവർക്ക്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തുറങ്കിലടച്ചപ്പോഴും അടിയന്തരാവസ്ഥയുടെ നേർചിത്രം കുരുക്ഷേത്രം വഴി ജനങ്ങളിൽ എത്തിച്ചു. കുരുക്ഷേത്ര എന്ന് പറഞ്ഞ് RSSകാർ അന്ന് ഈ അടിയന്തരാവസ്ഥക്കെതിരായി നടന്ന പ്രവർത്തനങ്ങളെ ജനങ്ങളെ അറിയിക്കാനായിട്ടൊരു ക്വാർട്ടർ ഷീറ്റ് പോലെ ഇറക്കിയിരുന്നു. ആ ഇറക്കിയത് പോലും ഇറക്കിയതിന് പരിശ്രമം ചെയ്യാൻ പറ്റില്ലായിരുന്നു. 4 എണ്ണം അടിച്ചു കൊടുത്തത് ഞാനാണ്. അതുപോലും കയ്യിൽ വെച്ചാൽ അടിയായിരുന്നു, കുറ്റകരമായിരുന്നു. എൻ്റെ വീട്ടിൽ ഒന്ന് റെയ്ഡ് ചെയ്യാൻ നോക്കി, റെയ്ഡ് ചെയ്തു, അത് എടുത്തുകൊണ്ട്. പക്ഷേ ഞാനതൊക്കെ അപ്പോഴത്തന്നെ മാറ്റി കഴിഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നില്ല. ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്ന ഉറപ്പായുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വേറെ മാറ്റി. ഒരു രാജ്യത്ത് ഈ ജാതി ഭീഷണി ഒരു കുറ്റമില്ലാത്തതിന് പോലും വർത്തമാനം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഇപ്പം ഇന്ദിരാഗാന്ധിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ചുമരിന് ചെവിയുണ്ടോ എന്ന് വിചാരിച്ച്. ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാക്കളങ്കമായ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിന് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പി രാജന് പറയാൻ ഇത്രമാത്രം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ കൂടി ഒരു വിശ്വാസ പ്രമാണമായി മാറ്റണം. അതിനനുസൃതമായി സത്യം പറയുക, മുഴുവൻ സത്യം പറയുക, സത്യമല്ലാതെ ഒന്നും പറയാതിരിക്കുക എന്ന കോടതിയിൽ സാക്ഷിമൊഴി പറയുന്ന പോലെ ആയിരിക്കണം ഓരോ പത്രപ്രവർത്തകനും വായനക്കാരുടെ മുമ്പിൽ പെരുമാറേണ്ടത്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ജനം, കൊച്ചി.